നമസ്കാരം. നടൻ കൊല്ലം സുധിയുടെ മരണം മലയാള സിനിമാ ലോകത്തും അതോടൊപ്പം തന്നെ മിമിക്രി രംഗത്തിനും ഒരു തീരാ നഷ്ടം തന്നെയാണ്. നടന്റെ മരണശേഷം ഭാര്യ രേണു സുധിയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളും വിമർശനങ്ങളും അതുപോലെ തന്നെ കളിയാക്കലുമൊക്കെ ഉയരുന്നുണ്ട്. ഇപ്പോഴിതാ സുധിയുടെ ഓർമ്മ ദിവസം ആഘോഷമാക്കിയ രേണു സുധിയെ രൂക്ഷമായി വിമർശിച്ച് നിരവധി പേർ രംഗത്തെത്തുന്നു. മനഃപൂർവ്വം കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് രേണു നടത്തിയതെന്നാണ് വിമർശനങ്ങൾ. കണ്ടന്റിന് വേണ്ടി ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ ഓർമ്മ ദിവസം ഉപയോഗിക്കരുത്. രേണു സുധി തന്നെയാണ് ആ ദിവസം ഓൺലൈൻ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിയത്. രേണുവിനെ സംബന്ധിച്ച് ഹാപ്പി ആണ്ടാണ്. അതേസമയം മറുവശത്ത് കൊല്ലത്ത് സുധിയുടെ വീട്ടിൽ സുധിയുടെ മൂത്ത മകനും വീട്ടുകാരും വേറൊരു വഴിക്ക് സുധിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുകയാണ്. അവിടെ സെലിബ്രിറ്റി ഫേസായ രേണു ഇല്ലാത്തതുകൊണ്ട് അവിടെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. കിച്ചുവിന് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾ അവനെ കിട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ പരമാവധി അവരിൽ നിന്നൊക്കെ മുഖം തിരിച്ചു പോവുകയായിരുന്നു. രേണു സുധിയുടെ മൃതദേഹം സംസ്കരിച്ച സ്ഥലത്ത് ഓട്ടോയിൽ പോകുമ്പോൾ ക്യാമറയും കൂടെയുണ്ട്. ആക്ഷൻ കട്ട് എന്ന പോലെയാണ് ഓരോ രംഗങ്ങളും. ഒരു സൈഡിൽ വന്ന് എന്നെ ആളുകൾ സൈബർ അധിക്ഷേപം നടത്തുന്നുവെന്നും കരയുകയും മറുവശത്ത് ഇത്തരത്തിലുള്ള നാടകം കളിക്കുകയും ചെയ്താൽ ആളുകൾ അധിക്ഷേപിക്കും. ഉറപ്പാണ്. 365 ദിവസവും സുധി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം ഇത്തരത്തിലുള്ള ഗെയിമുകൾ കളിച്ചാൽ ആളുകൾ അംഗീകരിക്കില്ല. ഓർമ്മ ദിവസം ഞാൻ മാധ്യമങ്ങളെ വിളിച്ചിട്ടില്ലെന്നാണ് രേണു പറഞ്ഞത്. എന്നാൽ അങ്ങനെയല്ല, അവർ വിളിച്ചെന്ന് പല മാധ്യമങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും സ്വകാര്യമായി നടത്തേണ്ട ഒരു ചടങ്ങാണത്. ആ ദിവസത്തെ ഒരു കണ്ടന്റ് സുധിയുടെ പെർഫ്യൂമാണ്. ലക്ഷ്മി നക്ഷത്ര തന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അത് ആ ദിവസത്തെ പ്രൈം കണ്ടന്റ് ആണ്. പുട്ടിനെ തേങ്ങയിടുന്നത് പോലെയാണ് ആ ദിവസം പെരേരയുടെ ഡാൻസ് നടന്നത്. ഛോട്ടാ മുംബൈ റിലീസ് പറഞ്ഞ് പാട്ടുപാടി ഡാൻസ് കളിക്കുകയാണ്. ഇതെന്താണ്, ഛോട്ടാ മുംബൈയുടെ പ്രൊമോഷനോ? നമ്മുടെ വീട്ടിലാണ് ഇത്തരത്തിൽ ഒരാളുടെ ഓർമ്മ ദിവസം ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ ചെള്ളയിൽ കൈ വീണിട്ടുണ്ടാകും. സുധി ജീവനോടെ ഉണ്ടെങ്കിൽ കൊങ്ങയ്ക്ക് പിടിച്ച് പുറത്താക്കിയിട്ടുമുണ്ടാകും. ഇതൊക്കെ സമ്മതിച്ചു കൊടുത്ത രേണു സുധിയെ പറഞ്ഞാൽ മതിയാകും. ഒരു മിനിമം മര്യാദ വേണ്ടേ? പെരേരയുടെ ഡാൻസ് കണ്ട രേണു കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇപ്പോൾ രേണുവിന്റെ കൂടെ പ്രതീഷ് എന്നൊരു പയ്യനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള കണ്ടന്റ് കൃത്യമായി ചെയ്യുന്നുണ്ട്. ചടങ്ങിനിടെ പരസ്പരം വാരി കൊടുക്കുകയാണ്. ഈ പയ്യന്റെ ഭാര്യ രേണുവിനെ വാരി കൊടുക്കുന്നുമുണ്ട്. ആ പയ്യനും ഭാര്യയും കുട്ടിയും രേണുവും ഒക്കെ ഒരുമിച്ച് നടക്കുന്ന ഒരു വീഡിയോ പരസ്പരം കുട്ടികളെ മാറ്റി നടക്കുന്നു. വിമർശനങ്ങൾക്കുള്ള മറുപടിയായിട്ടാണോ ഈ ആണ്ട് ദിവസം ഇവർ ആഘോഷമാക്കിയത്? വാരി കൊടുക്കുന്നതും കഴിക്കുന്നതൊന്നും വലിയ സംഭവമല്ല. പക്ഷേ ആണ്ട് ദിവസം എന്തിനാണ് ആഘോഷിക്കുന്നത് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും ചോദിക്കുന്നത്. എന്തൊക്കെയായാലും രേണു സുധിക്ക് ഓരോ ദിവസം കഴിയുന്നവർ നെഗറ്റിവിറ്റിയും കൂടുകയാണ്.